കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പിന്നെയും വഴിത്തിരിവ്. കേസിൽ ഏറെ നിർണായകമെന്നു കരുതുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചുവെന്ന് സൂചന. വാഹനത്തിൽ നടിയെ പ്രതി പൾസർ സുനി ശാരീരികമായി അപമാനിക്കുന്നതിന്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചതെന്നാണ് സൂചന. അതേസമയം പോലീസ് ഇത് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്താനാണ് പരിശോധനയിലാണ് പോലീസ്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാക്കനാടുള്ള ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ചുവെന്ന പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കാവ്യ മാധവന്റെ വീട്ടിലും കാക്കനാടുള്ള വസ്ത്ര സ്ഥാപനത്തിലും മെമ്മറി കാർഡിനായി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയിരുന്നില്ല. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആക്രമണത്തിന് ഇടയാക്കിയതെന്നുമുള്ള അനുമാനത്തിലാണ് പോലീസ്. കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പോലീസ് ആസ്ഥാനത്ത് ഞായറാഴ്ച യോഗം വിളിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് നോർത്ത് സോൺ IG ദിനേന്ദ്ര കശ്യപിനോട് അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ബെഹ്റ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തിലെ അന്വേഷണം ഇനിയും വൈകിക്കൂടെന്നും യോഗത്തിൽ പോലീസ് മേധാവി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം നൽകി. തെളിവുകൾ ലഭിച്ചാൽ പ്രതിസ്ഥാനത്ത് എത്ര ഉന്നതനായാലും അറസ്റ്റ് ചെയ്യാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ബെഹ്റ പരിശോധിച്ചു. സുനിയുമായി നടന്ന ചില ഫോൺ കോളുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചില്ല. ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടുപോകാനും ഇത് കാരണമായി. ആവശ്യമെങ്കിൽ ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യുന്നത് വൈകിക്കേണ്ടെന്നും പോലീസ് മേധാവി നിർദ്ദേശിച്ചു. കേസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നതായും ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ടെന്ന് സംശയിക്കുന്നവരുമായി സൗഹൃദത്തിലായിരുന്ന ഒരു മുൻ SP നിരീക്ഷണത്തിലാണ്. ഇദ്ദേഹം കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരെ സഹായിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.